അതിർത്തിയിൽ നിന്നൊരു വാർത്ത വരുന്നത് ജമ്മു കശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം തടഞ്ഞു എന്നതാണ്. ഒരു ഭീകരനെ വധിച്ചു. സാംബയിൽ അതിർത്തി മേഖലയിലാണ് ഈ സംഭവം ഉണ്ടായത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പതിവ് സുരക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പ്രത്യേക നിരീക്ഷണം തന്നെ സുരക്ഷാ സേനകൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സാംബയിൽ ഇന്ത്യ പാക് അതിർത്തിക്ക് സമീപം ഇത്തരത്തിൽ അസ്വാഭാവികമായ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതും തുടർന്ന് BSF വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. ഈ നുഴഞ്ഞുകയറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇവർക്ക് നേരെ BSF വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു ഭീകരന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തിക്ക് ഉള്ളിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇതിലൂടെ തടയാൻ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ അതിർത്തി മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രി 4 ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് വിഷയത്തിൽ സുരക്ഷാ സേന ഇടപെടുകയായിരുന്നു. ഡ്രോണുകൾക്ക് നേരെ വെടിയുതിർത്തതോടെ ഈ ഡ്രോണുകൾ പിന്മാറി എന്നാണ് കരുതുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. കത്വയിലാണ് ഡ്രോണുകൾ കണ്ടെത്തിയത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.